മിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഇന്ന് ജനുവരി മാസം 8-ാം തീയതി ബഹുമാനപ്പെട്ട ഡാനിയലച്ചനോടൊപ്പം നമുക്ക് വചനം വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 16-17 അധ്യായങ്ങൾ, ജോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് 5-6 അധ്യായങ്ങൾ, സുഭാഷിതങ്ങൾ 1-ാം അധ്യായം 20 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. അബ്രാമിന് ഭാര്യ സാറായിൽ കുട്ടികളുണ്ടായില്ല. അവൾക്ക് ഹാഗാർ എന്ന പേരുള്ള ഒരു ഈജിപ്തുകാരി ദാസി ഉണ്ടായിരുന്നു. സാറായി അബ്രാമിനോട് പറഞ്ഞു, മക്കളുണ്ടാവാൻ ദൈവം എനിക്ക് വരം തന്നിട്ടില്ല. നിങ്ങൾ എൻ്റെ ദാസിയെ പ്രാപിക്കുക, ഒരുപക്ഷെ അവൾ മൂലം എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായേക്കാം. അബ്രാം സാറായിയുടെ വാക്കനുസരിച്ചു. കാനാൻ ദേശത്ത് 10 വർഷം താമസിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ സാറായി ദാസിയായ ഈജിപ്തുകാരി ഹാഗാറിനെ തൻ്റെ ഭർത്താവിന് ഭാര്യയായി നൽകി. അബ്രാം അവളെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു. താൻ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ യജമാനത്തിയെ അവൾ നിന്ദയോടെ വീക്ഷിച്ചു. സാറായി അബ്രാമിനോട് പറഞ്ഞു, എൻ്റെ ദുരിതത്തിന് നിങ്ങളാണ് കാരണക്കാരൻ. ഞാനാണ് എൻ്റെ ദാസിയെ നിങ്ങളുടെ ആശ്ലേഷത്തിന് വിട്ടുതന്നത്. പക്ഷേ താൻ ഗർഭിണിയാണെന്ന് കണ്ടപ്പോൾ അവൾക്ക് ഞാൻ നിന്ദിയായി. എനിക്ക് നിങ്ങൾക്ക് മധ്യേ കർത്താവിന് തന്നെ വിധിയാളനാവട്ടെ. അബ്രാം പറഞ്ഞു, നിന്റെ ദാസി ഇപ്പോഴും നിന്റെ കീഴിലാണ്. നിന്റെ ഇഷ്ടം പോലെ അവളോട് പെരുമാറിക്കൊള്ളുക. സാറായി അവളോട് ക്രൂരമായി പെരുമാറാൻ തുടങ്ങി. അപ്പോൾ അവൾ സാറായിയെ വിട്ട് ഓടിപ്പോയി. എന്നാൽ കർത്താവിൻ്റെ ദൂതൻ ഷൂറിലേക്കുള്ള വഴിയിൽ മരുഭൂമിയിലുള്ള ഒരു നീരുറവയുടെ അടുത്ത് വെച്ച് അവളെ കണ്ടെത്തി. ദൂതൻ അവളോട് ചോദിച്ചു, സാറായിയുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? അവൾ പ്രതിവചിച്ചു, ഞാൻ യജമാനത്തിയായ സാറായിൽ നിന്ന് ഓടിപ്പോവുകയാണ്. കർത്താവിൻ്റെ ദൂതൻ അവളോട് പറഞ്ഞു, നീ യജമാനത്തിയുടെ അടുത്തേക്ക് തിരിച്ചുപോയി അവൾക്ക് കീഴ്പ്പെട്ടിരിക്കുക. ദൂതൻ തുടർന്നു, എണ്ണയാൽ തീരാത്ത വണ്ണം അത്രയധികമായി നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും. നീ ഗർഭിണിയാണല്ലോ, നീ ഒരു ആൺകുട്ടിയെ പ്രസവിക്കും. അവന് നീ ഇസ്മായേൽ എന്ന് പേരിടണം. കാരണം കർത്താവ് നിന്റെ രോദനം ചെവിക്കൊണ്ടിരിക്കുന്നു. അവന് കാട്ടുകഴുതയ്ക്കൊത്ത മനുഷ്യനായിരിക്കും. അവൻ്റെ കൈ എല്ലാവർക്കും എതിരായും എല്ലാവരുടെയും കൈ അവനെതിരായും ഉയരും. അവൻ തൻ്റെ സഹോദരങ്ങൾക്കെതിരായി വർത്തിക്കുകയും ചെയ്യും. അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽറോയ് എന്ന് വിളിച്ചു. കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടുവെന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് ആ നീരുറോയ്ക്ക് ബെൽ ഹായ് റോയ് എന്ന പേരുണ്ടായി. അത് കാദേശിനും ബെരേദിനും ഇടയ്ക്കാണ്. ഹാഗാറിലെ അബ്രാമിന് ഒരു പുത്രൻ ജനിച്ചു. ഹാഗാർ പ്രസവിച്ച മകന് അബ്രാം ഇസ്മായേൽ എന്ന് പേരിട്ടു. ഹാഗാർ ഇസ്മായേലിനെ പ്രസവിച്ചപ്പോൾ അബ്രാമിന് 86 വയസ്സായിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ. എൻ്റെ മുമ്പിൽ വ്യാപരിക്കുന്ന കുറ്റമറ്റവനായി വർത്തിക്കുക. നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും. അപ്പോൾ അബ്രാം സാഷ്ടാംഗം പ്രണമിച്ചു. ദൈവം അവനോട് അരുളി ചെയ്തു, ഇതാ നീയുമായുള്ള എൻ്റെ ഉടമ്പടി. നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും. ഇനിമേ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല. നിന്റെ പേര് അബ്രാഹം എന്നായിരിക്കും. ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു. നീ സന്താനപുഷ്ടിയുള്ളവനാകും. നിന്നിൽ നിന്ന് ജനതകൾ പുറപ്പെടും. രാജാക്കന്മാരും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. ഞാനും നീയും നിനക്ക് ശേഷം നിന്റെ സന്തതികളും തമ്മിൽ തലമുറ തലമുറയായി എന്നേക്കും ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ എന്നേക്കും നിനക്കും നിന്റെ സന്തതികൾക്കും ദൈവമായിരിക്കും. നീ പരദേശിയായി പാർക്കുന്ന ഈ കാനാൻ ദേശം മുഴുവൻ നിനക്ക് ശേഷം നിന്റെ സന്തതികൾക്കുമായി ഞാൻ തരും. എന്നെന്നും അത് അവരുടേതായിരിക്കും. ഞാൻ അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. ദൈവം അബ്രാഹത്തോട് കൽപ്പിച്ചു, നീയും നിന്റെ സന്താനങ്ങളും തലമുറ തോറും എൻ്റെ ഉടമ്പടി പാലിക്കണം. നിങ്ങൾ പാലിക്കേണ്ട ഉടമ്പടി ഇതാണ്. നിങ്ങളിൽ പുരുഷന്മാരെല്ലാവരും പരിച്ഛേദന ചെയ്യണം. നിങ്ങൾ അഗ്രചർമ്മം ഛേദിക്കണം. ഞാൻ നിങ്ങളുമായുള്ള ഉടമ്പടിയുടെ അടയാളമായിരിക്കും അത്. നിങ്ങൾ 8 ദിവസം പ്രായമായ ആൺകുട്ടിക്ക് പരിച്ഛേദന ചെയ്യണം. നിന്റെ വീട്ടിൽ പിറന്നവനോ നിന്റെ സന്താനങ്ങളിൽപ്പെടാത്ത വിലയ്ക്ക് വാങ്ങിയ പരദേശിയോ ആകട്ടെ, തലമുറ തോറും എല്ലാ പുരുഷന്മാർക്കും പരിച്ഛേദന ചെയ്യണം. നിന്റെ വീട്ടിൽ പിറന്നവനും നീ വിലയ്ക്ക് വാങ്ങിയവനും പരിച്ഛേദന ചെയ്യപ്പെടണം. അങ്ങനെ എൻ്റെ ഉടമ്പടി നിന്റെ മാംസത്തിൽ ശാശ്വതമായ ഒരു ഉടമ്പടിയായി നിലനിൽക്കും. പരിച്ഛേദന ചെയ്യപ്പെടാത്ത പുരുഷനെ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളണം.
അവൻ എൻ്റെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു. ദൈവം അബ്രാഹത്തോട് അരുളി ചെയ്തു, നിന്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് സാറ എന്നായിരിക്കും. ഞാൻ അവളെ അനുഗ്രഹിക്കും, അവളിൽ നിന്ന് ഞാൻ നിനക്കൊരു പുത്രനെ തരും. അവളെ ഞാൻ അനുഗ്രഹിക്കും, അവൾ ജനതകളുടെ മാതാവാകും. അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും. അപ്പോൾ അബ്രാഹാം കമിഴ്ന്നു വീണ് ചിരിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തു. 100 വയസ്സ് കഴിഞ്ഞവന് കുഞ്ഞു ജനിക്കുമോ? 90 എത്തിയ സാറ ഇനി പ്രസവിക്കുമോ? അബ്രാഹാം ദൈവത്തോട് പറഞ്ഞു, ഇസ്മായിൽ അങ്ങയുടെ തിരുമുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി. ദൈവം അരുളി ചെയ്തു, നിന്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും. നീ അവനെ ഇസഹാക്ക് എന്ന് വിളിക്കണം. അവനുമായും അവൻ്റെ സന്തതികളുമായി ഞാൻ നിത്യമായ ഒരു ഉടമ്പടി സ്ഥാപിക്കും. ഇസ്മായിലിന് വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥനയും ഞാൻ ചെവിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ അവനെ സന്താനപുഷ്ടിയുള്ളവനാക്കി അവൻ്റെ സന്തതികളെ വർദ്ധിപ്പിക്കും. അവൻ 12 രാജാക്കന്മാർക്ക് പിതാവായിരിക്കും. അവനിൽ നിന്ന് ഞാനൊരു വലിയ ജനതയെ പുറപ്പെടുവിക്കും. എന്നാൽ സാറായിൽ നിന്ന് അടുത്ത വർഷം ഈ സമയത്ത് നിനക്ക് പോകുന്ന ഇസഹാക്കുമായിട്ടാണ് എൻ്റെ ഉടമ്പടി ഞാൻ സ്ഥാപിക്കുക. അബ്രാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞ് ദൈവം അവനെ വിട്ടുപോയി. ദൈവം കൽപ്പിച്ചതുപോലെ ആ ദിവസം തന്നെ അബ്രാം മകൻ ഇസ്മായിലിനെയും തൻ്റെ വീട്ടിൽ പിറന്നവരും താൻ വില കൊടുത്ത് വാങ്ങിയവരുമായ സകല പുരുഷന്മാരെയും പരിച്ഛേദന ചെയ്തു. പരിച്ഛേദന സമയത്ത് അബ്രാഹത്തിന് 99 വയസ്സും ഇസ്മായിലിന് 13 വയസ്സും ഉണ്ടായിരുന്നു. അന്ന് തന്നെ അബ്രാഹവും മകൻ ഇസ്മായിലും പരിച്ഛേദന ചെയ്യപ്പെട്ടു. അബ്രാഹത്തിൻ്റെ വീട്ടിലെ എല്ലാ പുരുഷന്മാരും വീട്ടിൽ പിറന്നവരും പരദേശികളിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയവരുമായ എല്ലാവരും അവനോടൊപ്പം പരിച്ഛേദനം ചെയ്യപ്പെട്ടു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. യോബിന്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. വിളിച്ചു നോക്കൂ, ആരെങ്കിലും നിനക്ക് ഉത്തരം നൽകുമോ? ഏത് വിശുദ്ധ ദൂതനെയാണ് നീ ആശ്രയിക്കുക? ക്രോധാവേശം മൂഢനെ കൊല്ലുന്നു, അസൂയ സരള ഹൃദയനെ നിഗനിക്കുന്നു. ഭോഷൻ വേരുപിടിക്കുന്നത് ഞാൻ കണ്ടു, തൽക്ഷണം അവൻ്റെ ഭവനത്തെ ഞാൻ ശപിച്ചു. അവൻ്റെ മക്കൾ അഭയസ്ഥാനത്ത് നിന്ന് അകലെയാണ്, കവാടത്തിങ്കിൽ വെച്ച് തന്നെ അവർ തകർക്കപ്പെടുന്നു. അവരെ രക്ഷിക്കുവാൻ ആരുമില്ല. അവൻ്റെ വിളവ് വിശക്കുന്നവൻ തിന്നുകളയുന്നു, മുള്ളുകളിൽ നിന്ന് പോലും അവൻ അത് പറിച്ചെടുക്കുന്നു. ദാഹാർത്തർ അവൻ്റെ സമ്പത്തിന് വേണ്ടി ഉഴറുന്നു. അനർത്ഥങ്ങൾ ഉത്ഭവിക്കുന്നത് പൊടിയിൽ നിന്നല്ല, കഷ്ടത മുളയ്ക്കുന്നത് നിലത്തുനിന്നുമല്ല. അഗ്നിസ്ഫുലിംഗങ്ങൾ മുകളിലേക്ക് പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയിലേക്ക് പറന്നു വീഴുന്നു. ഞാനായിരുന്നെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുമായിരുന്നു, എൻ്റെ കാര്യം ഞാൻ ദൈവസന്നിധിയെ സമർപ്പിക്കുമായിരുന്നു. അവിടുന്ന് അഗ്രാഹ്യമായ വൻകാര്യങ്ങളും അത്ഭുതങ്ങളും അസംഖ്യം ചെയ്യുന്നു. അവിടുന്ന് ഭൂമിയെ മഴ കൊണ്ട് നനയ്ക്കുന്നു, വയലുകളിലേക്ക് വെള്ളമൊഴുക്കുന്നു. അവിടുന്ന് താണവരെ ഉയർത്തുന്നു, വിലപിക്കുന്നവരെ സുരക്ഷിതത്തിലേക്ക് നയിക്കുന്നു. സൂത്രശാലികളുടെ ഉപായങ്ങളെ വിപുലമാക്കുന്നു, അവരുടെ കരങ്ങൾ വിജയം വരിക്കുന്നില്ല. അവിടുന്ന് ജ്ഞാനിയെ അവൻ്റെ തന്നെ ഉപായങ്ങളിൽ കൊടുക്കുന്നു, ഹീനബുദ്ധികളുടെ പദ്ധതികളെ ഞൊടിയിടയിൽ നശിപ്പിക്കുന്നു. പകൽ സമയത്ത് അവരെ ഒരു ഇരുൾ മൂടുന്നു, മധ്യാഹ്നത്തിൽ രാത്രിയിലെന്ന പോലെ അവർ തപ്പിത്തടയുന്നു. അവിടുന്ന് അനാഥരെ അവരുടെ വായിൽ നിന്നും അഗതിയെ ശക്തന്മാരുടെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നു. ദരിദ്രന് പ്രത്യാശയുണ്ട്, അനീതി വായി പൊത്തുന്നു. ദൈവം ശാസിക്കുന്നവൻ ഭാഗ്യവാനാണ്. സർവശക്തന്റെ ശാസനത്തെ അവഗണിക്കരുത്. അവിടുന്ന് മുറിവേൽപ്പിക്കും, എന്നാൽ വച്ചു കിട്ടും. അവിടുന്ന് പ്രഹരിക്കും, എന്നാൽ അവിടുത്തെ കരം സുഖപ്പെടുത്തും. അവിടുന്ന് 6 കഷ്ടതകളിൽ നിന്ന് നിന്നെ മോചിപ്പിക്കും, 7ാമതൊന്നും നിന്നെ സ്പർശിക്കുകയില്ല. ക്ഷാമകാലത്ത് മരണത്തിൽ നിന്നും യുദ്ധകാലത്ത് വാളിന്റെ വായ്ത്തലയിൽ നിന്നും അവിടുന്ന് നിന്നെ രക്ഷിക്കും. നാവിന്റെ ക്രൂരതയിൽ നിന്ന് നീ മറയ്ക്കപ്പെടും. നാശം വരുമ്പോൾ നീ ഭയപ്പെടുകയില്ല. നാശത്തെയും ക്ഷാമത്തെ നീ പരിഹസിക്കും. വന്യമൃഗങ്ങളെ നീ ഭയപ്പെടുകയില്ല. ഭൂമിയിലെ കല്ലുകളോട് നിനക്ക് സഖ്യമുണ്ടാകും. കാട്ടുമൃഗം നിന്നോട് ഇണക്കം കാണിക്കും. നിന്റെ കൂടാരം സുരക്ഷിതമാണെന്ന് നീ അറിയും. നിന്റെ ആളുകൾ പരിശോധിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെട്ടതായി കാണുകയില്ല. നിന്റെ പിൻഗാമികൾ അസംഖ്യമാണെന്നും നിന്റെ സന്താനങ്ങൾ വയലുകളിലെ പുല്ലുപോലെ വളരുമെന്ന് നീ അറിയും. വിളഞ്ഞ ധാന്യക്കേറ്റ യഥാകാലം മെതിക്കളത്തിലെത്തുന്നത് പോലെ പൂർണ്ണവാർദ്ധക്യത്തിൽ നീ ശവകുടീരത്തെ പ്രാപിക്കും. ഇത് ഞങ്ങൾ ദീർഘകാലം കൊണ്ട് മനസ്സിലാക്കിയതാണ്. ഇത് സത്യമാണ്. നിന്റെ നന്മയ്ക്ക് വേണ്ടി ഇത് ഗ്രഹിക്കുക. ജോബിന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ജോബ് പറഞ്ഞു, എൻ്റെ കഷ്ടതകൾ തൂക്കി നോക്കിയിരുന്നെങ്കിൽ, എൻ്റെ അനർത്ഥങ്ങൾ തുലാസിൽ വെച്ചിരുന്നെങ്കിൽ അവ കടൽത്തീരത്തെ മണലിനേക്കാൾ ഭാരമേറിയതായിരിക്കും. അതിനാൽ എൻ്റെ വാക്കുകൾ വിവേകശൂന്യമായി പോയി. സർവശക്തന്റെ അസ്ത്രങ്ങൾ എന്നെ തറച്ചിരിക്കുന്നു. എൻ്റെ ജീവൻ അവയുടെ വിഷം പാനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ഭീകരതകൾ എനിക്കെതിരായി അണിനിരന്നിരിക്കുന്നു. തിന്നാൻ പുല്ലുള്ളപ്പോൾ കാട്ടുകഴുത കരയുമോ? തീറ്റി മുൻപിലുള്ളപ്പോൾ കാള മുക്രയിടുമോ? രുചിയില്ലാത്തത് ഉപ്പ് ചേർക്കാൽ തിന്നാനാകുമോ?
മുട്ടയുടെ വെള്ളയ്ക്ക് വല്ല രുചിയുമുണ്ടോ? എനിക്ക് തിന്നാൻ പറ്റാത്ത ഇവയാണ് ഇപ്പോൾ എൻ്റെ ആഹാരം. ദൈവം എൻ്റെ അപേക്ഷ സ്വീകരിച്ചിരുന്നെങ്കിൽ, എൻ്റെ ആഗ്രഹം സഫലമാക്കിയിരുന്നെങ്കിൽ, അവിടുന്ന് എന്നെ തകർക്കാൻ കനിഞ്ഞിരുന്നെങ്കിൽ, കരം നീട്ടി എന്നെ വിച്ഛേദിച്ചിരുന്നെങ്കിൽ അതെനിക്ക് ആശ്വാസമാകുമായിരുന്നു. വേദനയുടെ നടുവിൽ പോലും ഞാൻ ആർത്തുല്ലസിക്കുമായിരുന്നു. പരിശുദ്ധനായവന്റെ വചനത്തെ ഞാൻ തിരസ്കരിച്ചിട്ടില്ല. കാത്തിരിക്കാൻ എനിക്ക് ശക്തിയുണ്ടോ? എന്തിനു വേണ്ടിയാണ് ഞാൻ ക്ഷമയോടെ കാത്തിരിക്കേണ്ടത്? എൻ്റെ ശക്തി കല്ലുകളുടെ ബലമാണോ? എൻ്റെ മാംസം പിച്ചളയാണോ? എൻ്റെ ശക്തി വാർന്നു പോയിരിക്കുന്നു. എനിക്ക് ആശ്രയമറ്റിരിക്കുന്നു. സ്നേഹിതനോട് ദയ കാണിക്കാത്തവൻ സർവശക്തനോടുള്ള ഭക്തിയാണ് ഉപേക്ഷിക്കുന്നത്. എൻ്റെ സഹോദരന്മാർ മലവെള്ളപ്പാച്ചു പോലെ ചതിയന്മാരാണ്. അവർ വേഗം വിരണ്ടു പോകുന്ന അരുവികൾ പോലെയാണ്. അവയിലെ ഇരുണ്ട ജലത്തിനും പോഷണം മഞ്ഞുകട്ടയാണ്. മഞ്ഞ് പെയ്യുമ്പോൾ അവയിൽ ജലം പെരുകുന്നു. വേനലിൽ അവ വറ്റിപ്പോകുന്നു. ചൂടേറുമ്പോൾ അവ അപ്രത്യക്ഷമാകുന്നു. കച്ചവട സംഘം അവയെ തേടി വഴിവിട്ടു പോകുന്നു. അവർ മരുഭൂമിയിൽ ചെന്ന് നാശമടയുന്നു. തേമാന്യരുടെ കച്ചവട സംഘം അവയെ തേടുന്നു. ഷേവായരുടെ യാത്രാസംഘം അവയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. വരണ്ട അരുവിയുടെ കരയിൽ അവരുടെ പ്രതീക്ഷ കൊഴിഞ്ഞു വീഴുന്നു. നിങ്ങൾ എനിക്ക് അതുപോലെയായി തീർന്നിരിക്കുന്നു. എൻ്റെ വിപത്ത് കണ്ട് നിങ്ങൾ ഭയപ്പെടുന്നു. എനിക്കൊരു സമ്മാനം നൽകാനോ നിങ്ങളുടെ ധനത്തിൽ നിന്ന് എനിക്ക് വേണ്ടി കോഴ കൊടുക്കാനോ ഞാൻ ആവശ്യപ്പെട്ടോ? ശത്രുകരകളിൽ നിന്ന് എന്നെ രക്ഷിക്കാനോ മർദ്ദകരിൽ നിന്ന് എന്നെ മോചിക്കാനോ ഞാൻ അഭ്യർത്ഥിച്ചോ? ഉപദേശിച്ചു കൊള്ളുക, ഞാൻ നിശബ്ദം കേൾക്കാം. ഞാൻ എന്ത് തെറ്റ് ചെയ്തുവെന്ന് മനസ്സിലാക്കി തരിക. ആത്മാർത്ഥമായ വാക്കുകൾ സ്വീകാര്യമാണ്, എന്നാൽ നിങ്ങളുടെ ശാസനയ്ക്ക് അടിസ്ഥാനം എന്ത്? കാറ്റ് മായ്ക്കുന്ന നിരാശ കൊണ്ട വാക്കുകളെ ശാസിക്കാൻ നിങ്ങൾ തുനിയുന്നുവോ? അനാഥിനു വേണ്ടി നിങ്ങൾ കുറിയിടുന്നു. സ്വന്തം സ്നേഹിതന് നിങ്ങൾ വില പേശുന്നു. എന്നാൽ ഇപ്പോൾ എന്നെ കരുണാപൂർവ്വം നോക്കുക. നിങ്ങളോട് ഞാൻ കള്ളം പറയുകയില്ല. നിൽക്കണേ, എന്നോട് നീതി കാട്ടണമേ. എൻ്റെ ന്യായവാദം കേട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നോ? വിപത്തുകൾ വിവേചിച്ചറിയാൻ എനിക്ക് കഴിവില്ലേ? നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. സുഭാഷിതങ്ങൾ 1-ാം അധ്യായം 20 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ. ജ്ഞാനം തെരുവിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചറിയിക്കുന്നു. ചന്തസ്ഥലങ്ങളിൽ അവൾ ഉദ്ഘോഷിക്കുന്നു. കോട്ടമുകളിൽ നിന്നുകൊണ്ട് അവൾ പ്രഖ്യാപിക്കുന്നു. നഗര കവാടങ്ങളിൽ നിന്ന് അവൾ സംസാരിക്കുന്നു. ഭോഷരെ, നിങ്ങൾ എത്രനാൾ ഭോഷരായി കഴിയും? എത്രനാൾ പരിഹാസകർ പരിഹാസത്തിൽ ആഹ്ലാദിക്കുകയും മൂഢർ അറിവിനെ നിന്ദിക്കുകയും ചെയ്യും? എൻ്റെ ശാസന ശ്രദ്ധിക്കുക. എൻ്റെ ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം. എൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാൻ വിസമ്മതിച്ചു. ഞാൻ കൈനീട്ടിയിട്ടും ആരും ഗവനിച്ചില്ല. നിങ്ങൾ എൻ്റെ ഉപദേശം അപ്പാടെ അവഗണിക്കുകയും എൻ്റെ ശാസന നിരാകരിക്കുകയും ചെയ്തു. അതിനാൽ ഞാനും നിങ്ങളുടെ അനർത്ഥത്തിൽ നിങ്ങളെ പരിഹസിക്കും. പരിഭ്രാന്തി നിങ്ങളെ പിടികൂടി കൊടുങ്കാറ്റ് പോലെ പ്രകരിക്കുമ്പോൾ, അത്യാഹിതം ചുഴലിക്കാറ്റ് പോലെ വന്നെത്തുമ്പോൾ, ദുരിതവും വേദനയും നിങ്ങളെ ബാധിക്കുമ്പോൾ ഞാൻ നിങ്ങളെ പരിഹസിക്കും. അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാൻ വിളി കേൾക്കുകയില്ല. ജാഗരൂകതയോടെ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. അവർ അറിവിനെ വെറുത്ത് ദൈവഭക്തിയെ നിരാകരിച്ചു. അവർ എൻ്റെ ഉപദേശം അവഗണിക്കുകയും എൻ്റെ ശാസന പുച്ഛിക്കുകയും ചെയ്തു. അതിനാൽ അവർ സ്വന്തം പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കും. സ്വന്തം തന്ത്രങ്ങളിൽ മടുപ്പ് തോന്നുകയും ചെയ്യും. എന്നെ വിട്ടകലുന്നത് മൂലം ശുദ്ധഗതിക്കാർ മൃതിപ്പെടുന്നു. ഭോഷരുടെ അലംഭാവം തങ്ങളെ തന്നെ നശിപ്പിക്കും. എന്നാൽ എൻ്റെ വാക്ക് ശ്രദ്ധിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. അവൻ തിന്മയെ ഭയപ്പെടാതെ സ്വസ്ഥനായിരിക്കും. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി.